ജപ്പാനിൽ ഉപരിപഠനത്തിനും തൊഴിലിനുമായി പോകുന്ന 25 വിദ്യാർത്ഥികൾക്ക് ഒയ്സ്ക ഇന്റർനാഷണലിന്റെയും ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമിയുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ഒയ്സ്ക യൂത്ത് സെന്ററിൽ നടന്ന ചടങ്ങിൽ നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. കഴിഞ്ഞ 16 വർഷത്തിനിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും ജപ്പാനിലേക്ക് അയച്ച JLA അടുത്ത വർഷം 500 പേരെ ജപ്പാനിലേക്ക് അയക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അക്കാദമി MD ഡോക്ടർ സുബിൻ വാഴയിൽ പറഞ്ഞു. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ജപ്പാനിലേക്ക് അയച്ച JLA ഇത്തവണയും സ്കോളർഷിപ്പുകളും മറ്റ് സഹായങ്ങളും നൽകുന്നുണ്ട്. അപ്പം അപ്പാർട്ട്മെന്റ് അവര് എത്ര കാലം ആ കോഴ്സ് ചെയ്യുന്നു അത്രയും കാലം അവർക്ക് താമസിക്കാൻ സാധിക്കും. അതിലേക്കായിട്ട് 1 ലക്ഷം yen, അതായത് 6 മാസം 5 മുതൽ 6 മാസം വരെയുള്ള പേയ്മെന്റ് ഓൾറെഡി കുട്ടികളുടെ ഫീസിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് തുടർന്ന് താമസിക്കാൻ സാധിക്കും. പേയ്മെന്റ് അവിടെ ആ 17,000 yen 18,000 yen ആണെങ്കിൽ അത് മന്ത്ലി പേ ചെയ്തിട്ട് അവിടെ താമസിക്കാം. ഒരു കാര്യം, ചടങ്ങിനോടനുബന്ധിച്ച് ജാപ്പനീസ് പ്രസംഗ മത്സരം, ചോപ്സ്റ്റിക് പരിശീലനം എന്നീ പരിപാടികളും നടന്നു. ഒയ്സ്ക ഇന്റർനാഷണൽ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ അരവിന്ദ് ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു. നടൻ ദേവരാജ് വിശിഷ്ടാതിഥിയായി എത്തി. സുരേഷ് കുമാർ, ജോർജ് കെ, വിനയൻ, മഹറു സൂസൻ, എബ്രഹാം, ബാലു S, ഫിലിപ്പ് കെ ആന്റണി, മുരളി രാജ, പ്രണവ് തുടങ്ങിയവരും സംസാരിച്ചു. മിനാത്തോ ഷോനി, നിഹോൻ എ ബെങ്ക്യോഷിനി സൊരേക്കര. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തമ്പുരു മ്യൂസിക് അക്കാദമി ലോക വനിതാ ദിന